അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം അഥവാ ഇസ്മുൽ ആളം എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലും ആത്മജ്ഞാനികളായ സൂഫിവര്യന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നാം പറയുന്നത് ആധ്യാത്മിക ജ്ഞാനം ലഭിച്ച മഹാന്മാരായ സൂഫിവര്യന്മാർ ഇസ്മുൽ ആളമിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നാണ്. ഇസ്മുൽ ആളം എന്ന നാമം അത് നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ ഓർക്കുകയോ പറയുകയോ ചെയ്യുന്ന ഒരു വാക്കാണോ അല്ലയോ എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ സൂഫിവര്യന്മാർ പറയുന്നുണ്ട്, സർവശക്തനായ അള്ളാഹു അർഹതയില്ലാത്ത ആളുകളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം ഇസ്മുൽ ആളം എന്നാണ് സൂഫികളുടെ അഭിപ്രായം. ആത്മജ്ഞാനികളായ സൂഫിവര്യന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ സേവനത്തിലായി അവരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാർക്ക് അവരുടെ ഗുരുനാഥന്മാർ സമയമെത്തുമ്പോൾ ഈ ആത്മജ്ഞാന രഹസ്യം അവർക്ക് പകർന്നു കൊടുക്കും. പ്രപഞ്ചനാഥനെ മാത്രം അനുസരിച്ച് നാഥനോടുള്ള പ്രണയത്തിൽ കഴിയുന്ന ഹൃദയശുദ്ധി വരുത്തിയ ആളുകൾക്ക് നാഥൻ നൽകുന്ന ആത്മീയമായ അവസ്ഥയാണ് ഈ ഇസ്മുൽ ആളം. അല്ലാതെ സാധാരണക്കാർ പറയുന്നത് പോലെയുള്ള ഒരു വാക്കോ ഒരു വചനമോ ഒന്നുമല്ല. ഹൃദയം പരിശുദ്ധമായി നാഥന്റെ പ്രകാശം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ഉപയോഗിക്കുന്ന ഏത് നാമവും അവർക്ക് ഇസ്മുൽ ആളം തന്നെയായിരിക്കും. കാരണം അവർ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അത്തരം ആധ്യാത്മിക പൊരുളുകളിലേക്ക് സൂചന നൽകുന്ന വചനങ്ങളാണ് മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് ചോദിച്ചു, ഏതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം എന്ന ഏറ്റവും വലിയ നാമം? അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, നീ എനിക്ക് അള്ളാഹുവിൻ്റെ ചെറിയ നാമം പറഞ്ഞതാ, എന്നാൽ ഞാൻ നിനക്ക് വലിയ നാമം പറഞ്ഞു തരാം. മഹാനുഭാവന്റെ ചാര വന്നുകൊണ്ട് വേറൊരാൾ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, ഗുരുവര്യരെ, ഏതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം? അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം എന്ന ആ നാമത്തിന് ഒരു പരിധിയില്ല. നീ നിന്റെ ഹൃദയം വിശുദ്ധമായ തൗഹീദിനു വേണ്ടി നാഥനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും ശുദ്ധിയാക്കിയാൽ നിനക്ക് പിന്നെ അള്ളാഹുവിൻ്റെ ഏത് നാമവും ഉപയോഗിക്കാം. ആ നാമം കൊണ്ട് മശ്രിഖ് മുതൽ മഗ്രിബ് വരെയും നിനക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ബഹുവന്യരായ സൂഫി ഗുരു അബൂ സുലൈമാനുദ്ദാറാനി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ സൂഫി ആധ്യാത്മിക ജ്ഞാനം വരിച്ച മഹാത്മാക്കളുടെ ചാര ചെന്നുകൊണ്ട് ചോദിച്ചു, എനിക്ക് ഇസ്മുൽ ആളം എന്താന്ന് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിനക്ക് നിന്റെ കൽബിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടോ? നിന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള, നിന്റെ സ്പിരിച്വൽ ഹാർട്ടിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എനിക്കറിയാം. അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, എൻ്റെ ഹൃദയം പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മുന്നിടുകയും ആ ഹൃദയം അതിൻ്റെ ഏറ്റവും സൗമ്യഭാവവും ഏറ്റവും ആർദ്രമായ ഭാവവും കൈവരിക്കുകയും ചെയ്താൽ പിന്നെ നീ നിന്റെ റബ്ബിനോട് എന്തും ചോദിച്ചോ. അതുതന്നെയാണ് ഇസ്മുൽ ആളം. കാരണം ഹൃദയം കൈവരിക്കുന്ന ആ ആർദ്രതയാണ് എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുവാനുള്ള ഒരേ ഒരു നിബന്ധന. നിന്റെ ഹൃദയം പൂർണ്ണമായും നാഥന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് നാഥന്റെ ഏത് നാമം വെച്ച് നീ പ്രാർത്ഥിച്ചാലും ആ നാമം തന്നെയാണ് ഇസ്മുൽ ആളം. അതുപോലെ മറ്റൊരു സൂഫി ഗുരുവായ ഇബ്നുർ റബി സാഇഹ് തങ്ങളോട് ഇസ്മുൽ ആളമിനെ കുറിച്ച് ഒരാൾ ചോദിച്ചു. അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുക. ശേഷം നീ പൂർണ്ണമായും നാഥനെ അനുസരിക്കുന്നവനാകുക. എന്നാൽ എല്ലാ വസ്തുക്കളും നിന്നെ അനുസരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഇസ്മുൽ ആളം എന്നാൽ അതൊരാളുടെ ആത്മീയമായ ഹൃദയം അനുഭവിക്കുന്ന ദൈവികമായ ഒരു ആനന്ദമാണ്. യഥാർത്ഥ മുരീദ് ഇത് സാക്ഷാത്കരിക്കുന്നത് അവൻ്റെ ദീർഘകാലത്തെ ക്ഷമയ്ക്കും അതുപോലെ തന്നെ മുജാഹദക്കുമൊക്കെ ഒടുവിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ ഹൃദയത്തെ സ്ഫടികം പോലെ പരിശുദ്ധമാക്കുകയും ഈ പ്രപഞ്ചത്തിൽ അവൻ അള്ളാഹുവിൻ്റെ നൂറല്ലാത്ത മറ്റൊന്നും കാണാത്ത ഒരാത്മീയമായ അവസ്ഥയിലേക്ക് അവൻ ഉയരുകയും ചെയ്യുക എന്നതാണ്. ഓരോ ശ്വാസത്തിലും അവൻ നാഥനെ മാത്രമാണ് ഓർക്കുക. അവൻ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നത് മുഴുവനും നാഥനിൽ നിന്നുള്ളതായിട്ട് അവന് ബോധ്യപ്പെടും.
അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക, അവനെ ആരാധിക്കുക എന്ന ആത്മീയമായ അനുഭവം ഒരാൾക്ക് ലഭിക്കുന്നത്. അവരാണ് ഫന എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയവർ. ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ, എവിടേക്ക് തിരിഞ്ഞാലും ദൈവീകതയെ മാത്രം ദർശിക്കാൻ കഴിയുന്ന ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടവരാണവർ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സദാസമയവും നാഥൻ്റെ ദിക്റിലായി നാഥനെ മാത്രം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം നാവുകൊണ്ട് ഒരുപാട് അവൻ ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. അതോടൊപ്പം ഹൃദയത്തിൽ സദാസമയവും നാഥൻ്റെ ഓർമ്മ, സ്മരണ അവൻ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദി അബുൽ ഹസൻ ഷാദുലി തങ്ങൾ അവിടുത്തെ ഒരു അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനുഭാവൻ ഒരിക്കൽ തൻ്റെ ഷെയ്ഖായ അബ്ദുസ്സലാം ബിൻ മഷീഷ് തങ്ങളുടെ അരികിലേക്ക് ചെന്നു. ആ സമയത്ത് ഇമാം ഷാദുലി തങ്ങളുടെ മനസ്സിലുണ്ട്, ഇസ്മുൽ ആളം എന്താണ് എന്ന കാര്യം ഇന്നെനിക്ക് ഷെയ്ഖിനോടൊന്ന് ചോദിക്കണമെന്ന്. അങ്ങനെ തൻ്റെ ഗുരുവര്യരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാമിന് മഷീഷ് തങ്ങളുടെ മടിയിൽ ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നുണ്ട്. സംസാരിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവും. ആ കുട്ടി അബുൽ ഹസൻ ഷാദുലി തങ്ങളങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇസ്മുൽ ആളം എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടല്ലേ? അത് നിങ്ങളുടെ ഷെയ്ഖിനോട് ചോദിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? യഥാർത്ഥത്തിൽ ഇസ്മുൽ ആളം എന്നത് നിങ്ങൾ ആയിത്തീരേണ്ട ഒരവസ്ഥയാണ് എന്ന് മഹാനവറുകളെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞു പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആ ഇസ്മുൽ ആളം നിങ്ങളായിത്തീരണമെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലണം. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സദാസമയവും ആ ദൈവീകമായ സ്മരണ നിലനിർത്തണം. അതിൻ്റെ എല്ലാം ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവീക ദർശനങ്ങളും ആ നേർസാക്ഷ്യവും നിങ്ങളിൽ വന്നു ചേരുമ്പോൾ ഇസ്മുൽ ആളം ഉപയോഗിക്കാൻ മാത്രം പാകപ്പെട്ട ഒരു ആത്മസ്വരൂപമായിട്ട് നിങ്ങൾ മാറും. നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.